മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വചനഭാഗങ്ങളിൽ യേശു പഠിപ്പിക്കുന്നത് രഹസ്യങ്ങൾ കാണുന്ന പിതാവിനെക്കുറിച്ചാണ്. ലോകം കാണാൻ വേണ്ടി നാം കെട്ടിപ്പടുക്കുന്ന ആത്മീയതയല്ല, മറിച്ച് ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുള്ള ഭക്തിയെയാണ് ദൈവം വിലമതിക്കുന്നത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ ഭക്തിയുടെ 3 പ്രധാന തൂണുകളാണ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവ. യേശു ഇവയെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇവ ചെയ്യുന്നവൻ്റെ മനോഭാവത്തെ ശുദ്ധീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ദാനധർമ്മം എന്നത് നാം ഒരാളെ സഹായിക്കുമ്പോൾ അത് കൊട്ടിഘോഷിക്കപ്പെടണമെന്നും മറ്റുള്ളവർ അറിയണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഫലം അവിടെ തീർന്നു. യേശു പറയുന്നു, വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാകുമ്പോഴാണ് അത് സ്വർഗീയമാകുന്നത്. പ്രാർത്ഥന എന്നത് ദൈവം ഒരു കേൾവിക്കാരൻ മാത്രമല്ല, അവിടുന്ന് നമ്മുടെ പിതാവാണ്. വലിയ ശബ്ദത്തിലോ അർത്ഥശൂന്യമായ വാക്കുകൾ ആവർത്തിച്ചോ ദൈവത്തെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ അടഞ്ഞ് ഉള്ളിലിരിക്കുമ്പോൾ ദൈവം നിന്നോടൊപ്പമുണ്ട് എന്നതാണ് പ്രാർത്ഥന. ഉപവാസം എന്നത് നാം ഉപവസിക്കുന്നത് മറ്റുള്ളവർ കണ്ട് നമ്മെ പരിശുദ്ധൻ എന്ന് വിളിക്കുവാനല്ല, അത് നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മുഖം വാടാതെ സന്തോഷത്തോടെ ദൈവത്തിനായി ത്യാഗം ചെയ്യുക. ഒരിക്കൽ ഒരു വലിയ പണ്ഡിതൻ സമുദ്രതീരത്ത് പ്രാർത്ഥനാ നിരതനായി നടക്കുകയായിരുന്നു. അവിടെ അല്പം അകലെയായി ഒരു ദരിദ്രനായ മുക്കുവൻ ആകാശത്തേക്ക് നോക്കി വളരെ വിചിത്രമായ രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹം കണ്ടു. പണ്ഡിതൻ അടുത്ത് ചെന്ന് ചോദിച്ചു, "നീ എന്താണ് ദൈവത്തോടായി പറയുന്നത്?" മുക്കുവൻ പറഞ്ഞു, "സ്വാമി, എനിക്ക് വലിയ പ്രാർത്ഥനകളൊന്നും അറിയില്ല. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ, അങ്ങ് എത്രയോ വലിയവനാണ്. അങ്ങേക്ക് എപ്പോഴെങ്കിലും മുഷിഞ്ഞ വസ്ത്രം അലക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ, ഞാനത് കഴുകിത്തരാം. അങ്ങേക്ക് വിശന്നാൽ ഞാൻ മീൻ പിടിച്ചു തരാം. അങ്ങേക്ക് കാൽ വേദനിക്കുമ്പോൾ ഞാൻ തിരുമ്മിത്തരാം." ഇത് കേട്ട പണ്ഡിതൻ പരിഹസിച്ചു, "ഇതാണോ നിന്റെ പ്രാർത്ഥന? ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഞാൻ നിനക്ക് ശരിയായ പ്രാർത്ഥന പഠിപ്പിച്ചു തരാം." പണ്ഡിതൻ കടുപ്പമേറിയ ചില മന്ത്രങ്ങളും ശ്ലോകങ്ങളും അവനെ പഠിപ്പിച്ചു. പാവം മുക്കുവൻ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചു. അന്ന് രാത്രി ആ പണ്ഡിതന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, "നീ എന്തിനാണ് ആ മുക്കുവനെ തടഞ്ഞത്? അവൻ്റെ വാക്കുകൾ നിനക്ക് അപര്യാപ്തമായി തോന്നിയിരിക്കാം, പക്ഷേ അവൻ്റെ ഹൃദയം എന്നോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. നിന്റെ വലിയ വാക്കുകളേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് അവൻ്റെ ആ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു." നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: ദൈവം നമ്മുടെ വാക്കുകളുടെ പ്രൗഢിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ് നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഭക്തി ഒരു ഷോ ആണോ? പള്ളിയിൽ വരുമ്പോൾ മാത്രം വിശുദ്ധിയും വീട്ടിലും ജോലിസ്ഥലത്തും സ്വാർത്ഥതയും കാണിക്കുന്നവരാണോ നാം നന്മ ചെയ്യുന്നത് ദൈവത്തെ ഭയപ്പെട്ടാണോ, അതോ മനുഷ്യർ നമ്മെ പുകഴ്ത്തുവാൻ വേണ്ടിയാണോ? നമുക്ക് ചുറ്റുമുള്ളവർ കാണുന്ന നമ്മളെക്കാൾ പ്രധാനമാണ് ദൈവം മാത്രം കാണുന്ന നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ. ലോകത്തിന് മുമ്പിൽ തോറ്റുപോയാലും ദൈവത്തിന് മുമ്പിൽ സത്യസന്ധരായിരിക്കുക എന്നതാണ് ക്രിസ്തീയ വിജയം. നമുക്ക് ഇന്ന് ഇപ്രകാരം ദൈവത്തോടായി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, കാപട്യത്തിൻ്റെ മുഖംമൂടികൾ അഴിച്ചുവെച്ച് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ നന്മകൾ രഹസ്യമായിരിക്കുവാനും എൻ്റെ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിലേക്കുള്ള സംഭാഷണമായിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. രഹസ്യങ്ങൾ കാണുന്ന സ്വർഗസ്വനായ പിതാവ് നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.